ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഒരു 10 മണി റീപോർട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഗ്രോ ബാഗിൽ വളരുന്ന 10 മണിയാണ്. ഇത് പക്ഷേ ഒരു വലിയൊരു പെട്ടിയിൽ വളരുകയാണ്. നമ്മൾ സെയിലിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പോട്ടിൽ ഒരു കളർ വെറൈറ്റി എന്നുള്ള വിധത്തിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലുള്ള എല്ലാ പ്ലാന്റ്സും മണ്ണും നമ്മൾ മാറ്റണം. ഇത് അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള പെട്ടിയാണെങ്കിലും അതിൻ്റെ സൈഡിലൂടെയൊക്കെ മണ്ണ് പോകുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം കാണണം. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാന്റ് മാറ്റാനൊന്നും നിൽക്കുന്നില്ല. ഇതേപോലൊരു പാത്രത്തിൽ പ്ലാന്റ്സൊക്കെ കൂടി മാറ്റിയിട്ട് നാളെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് പിറ്റേ ദിവസത്തെ വിഷ്വൽസ് എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ 10 മണിയൊക്കെ നിർത്തിയിട്ടുള്ളത് ടെറസിലാണ്. അപ്പോൾ താഴെ നിന്ന് മണ്ണ് കൊടുത്തിട്ട് വേണം നമുക്ക് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണും ഇതേപോലെ ചകിരിയും വളരെ കുറച്ച് പച്ചക്കറി വേസ്റ്റുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ കളറിനനുസരിച്ചിട്ടാണ് മാറ്റുന്നത്. ആ മണ്ണ് പോകുന്നത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഷീറ്റ് വിരിക്കുകയാണ് നമ്മൾ ചെയ്തത്. പത്ത് മണി മെയിനായിട്ട് ഇതേപോലെ 2 പെട്ടിയിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു പെട്ടി നമുക്ക് മാറ്റി റിപ്പോർട്ട് ചെയ്യണം. കുറച്ച് പ്ലാന്റ്സിൻ്റെ വിഷ്വൽസും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. അതിൽ പുതുതായിട്ട് വന്ന ഫ്ലവേഴ്സാണ് ഈ കാണുന്നതൊക്കെ. ഈ 10 മണി വെറൈറ്റി ശരിക്കും പ്യുവർ വൈറ്റ് അല്ല കേട്ടോ. ഇതിൽ ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്. പക്ഷേ അത് വീഡിയോയിൽ അത്ര മനസ്സിലാവുന്നില്ല. അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തതാണ് കേട്ടോ. നല്ല ഹെൽത്തി കട്ടിങ്സ് ആണൊക്കെ. ഈ കാണിക്കുന്ന 10 മണി വെറൈറ്റി അടുക്ക് 10 മണിയല്ല, പക്ഷേ നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു 10 മണി വെറൈറ്റിയാണത്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു സെയിൽ അപ്ഡേറ്റും കൂടി പറയുന്നുണ്ട്. ഇത് തെച്ചികളുടെ വെറൈറ്റിയാണ്. പിങ്ക്, വൈറ്റ്, റെഡുമാണ് നമ്മുടെ കയ്യിലിപ്പോൾ റെഡി ആയിട്ടുള്ളത്. പിന്നെ ഒരേ കളറുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലവേഴ്സ് ഇടാൻ തുടങ്ങിയ 2 ബൊഗൻവില്ലയും കൂടി നമ്മൾ സെയിലിട്ടിട്ടുണ്ട്. 3 തെച്ചിയും കൂടി 250 രൂപയാണ്. പിന്നെ ബൊഗൻവില്ല 60 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അത്യാവശ്യം വലുപ്പമുള്ള ഹെൽത്തിയായ ഫ്ലവേഴ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്ത ചെടികളാണ് കേട്ടോ അതൊക്കെ. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലും കൂടി നമ്മൾ 10 മണി നടുന്നുണ്ട്. ഇത് നമ്മൾ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രോ ബാഗാണ്. അതിൽ കരിയിലയും ചാണകമാണത്. ഇത് നമ്മൾ അന്ന് പ്ലാന്റ്സ് സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ്. ചെറിയ തൈകളായിരുന്നു ഈ പ്ലാന്റ്സൊക്കെ. അത് നമ്മളിങ്ങനെ മാറ്റിയതാണ്. കഴിഞ്ഞ 10 മണി റിപ്പോർട്ടിംഗ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണി നടുന്ന ചട്ടികൾ ഹൈറ്റ് കുറഞ്ഞത് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഹൈറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും താഴെ ചിരട്ടയും പിന്നെ ചകിരി പിന്നെ പച്ചക്കറി വേസ്റ്റും കൂടി വെച്ചപ്പോഴാണ് ഹൈറ്റ് സെറ്റായത്. അതിൻ്റെ മേലെയാണ് നമ്മൾ മണ്ണിടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്ക് അത്യാവശ്യം വെയിൽ കിട്ടിയാൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണെന്ന്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഇന്ന് ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ കല്ലുകളും പിന്നെ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അതിലേക്കാണ് നമ്മൾ ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്കും നേരത്തെ കാണിച്ച ആ വലിയ പെട്ടിയിലേക്കും മണ്ണ് നമ്മൾ മാറ്റുന്നുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത 10 മണിയാണ് കേട്ടോ ഇതൊക്കെ. എല്ലാ പ്ലാന്റ്സും പിടിച്ചു വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു 2-3 ആഴ്ചയും കൂടി എടുക്കുന്നത് നന്നായിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഗ്രോ ബാഗ് നമ്മൾ മണ്ണ് നിറച്ചതിൻ്റെ ശേഷം ഇതേപോലെ ഉള്ളിലേക്കാണ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു വൃത്തി തോന്നാതായപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ആണ് നമ്മൾ മടക്കി വെച്ചത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫ്ലവേഴ്സ് സെയിം പ്ലാന്റിൻ്റെ ആണ് കേട്ടോ. പക്ഷെ അതിൻ്റെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
സെയിം പ്ലാന്റിലായിട്ട് പോലും 2 കളറാണ് ഓരോ ഫ്ലവേഴ്സിനും. അത് 10 മണിയിൽ സാധാരണയാണ് കേട്ടോ. പിന്നെ ഈ ജംബോ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സങ്കടമാണ്, കാരണം അതിലെ ഫ്ലവേഴ്സും അതിലുള്ള മുട്ടുകളൊക്കെ നമ്മൾ പിച്ചിട്ട് വേണം മാറ്റി നടാൻ വേണ്ടിയിട്ട്. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റെഡ് വെറൈറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5-2 മാസത്തോളമായെങ്കിലും ഇപ്പോഴാണ് 50 സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ നമ്മൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഏറ്റവും ഹൈ വ്യൂ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. അത് കണ്ടിട്ട് കുറേ ഓർഡറും നമുക്ക് കിട്ടിയിട്ടുണ്ടായി. ഓർഡർ ചെയ്ത എല്ലാവർക്കും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ അടുത്തുനിന്ന് ഇതുപോലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വേരും അതിൻ്റെ ഫ്ലവേഴ്സും ഒക്കെ മാറ്റിയിട്ട് എല്ലാതും കൂടി ഒരു ചെറിയൊരു ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് അതൊക്കെയാണ് ഞാൻ വെച്ചു കൊടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ മാറ്റി റിപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാക്കിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്